ഫെബ്രുവരി 12 ആനിയായിലെ വിശുദ്ധ ബെനഡിക്റ്റിനെ ഓർമ്മിക്കുന്ന ദിവസമാണ്. ലങ്കുവോഡിലെ ഗവർണർ അംഗിൾഫിൻ്റെ മകനാണ് ബെനഡിക്റ്റ്. കൊട്ടാരത്തിലെ സുഖസൗകര്യം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ആ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഈ ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണഹൃദയത്തോടെ ദൈവരാജ്യത്തെ അന്വേഷിച്ചുറച്ച് ഭക്ഷണവും നിദ്രയും വെട്ടിക്കുറച്ച് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് തപോ ജീവിതം നയിക്കുവാൻ തുടങ്ങി. 24-ാമത്തെ വയസ്സിൽ സെൻസീൻ ആശുപത്രിയിൽ താമസിക്കുമ്പോൾ അപ്പവും വെള്ളവും കൊണ്ട് തൃപ്തനായി നിലത്താണ് കിടന്നിരുന്നത്. രാത്രി ദീർഘസമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. എളിയ ജോലികൾ ചെയ്തു വന്നു. നിന്ദനങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. സ്വയം നിശ്ചയിച്ചിരുന്ന പ്രായശ്ചിത്തങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ വിശുദ്ധ ബക്കേമൂസിൻ്റെയും ബാസിലോണേസിൻ്റെയും നിയമങ്ങൾ കൂടി അനുഷ്ഠിച്ചു പോന്നു. ദരിദ്രരെയും അതിഥികളെയും അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ചിരുന്നു. 780 ആനിയായിലെ ആബർട്ട് മരിച്ചപ്പോൾ അന്തേവാസികൾ ബെനഡിക്റ്റിനെ ആബർട്ടായി തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. ഉടനടി അദ്ദേഹം സ്വദേശത്തു നിന്ന് മടങ്ങി അതീവ ദാരിദ്ര്യത്തിലും അനുസ്യൂതമായ പ്രാർത്ഥനയിലും ജീവിച്ചു. പരിശുദ്ധമായ വിതർമാൻ ഉൾപ്പെടെ പലരും എൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ടാണ് അവൻ ജീവിച്ചിരുന്നത്. അപ്പവും വെള്ളവും മാത്രമായിരുന്നു ഭക്ഷണം. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും സ്വല്പം പാലും വീഞ്ഞും കുടിച്ചിരുന്നു. സുപ്പീരിയറും ശേഷം പേരോടൊപ്പം ഉഴുവുകയും കിളയ്ക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ഉർജെല്ലായിലെ ബിഷപ്പ് ഫെലിക്സ് ഈശോ ദൈവമല്ലെന്നും ദൈവത്തിൻ്റെ ദത്തുപുത്രൻ മാത്രമാണെന്നും പ്രസ്താവിച്ചു. ബെനഡിക്റ്റ് അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുകയും സത്യം സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാ സന്യാസമൂഹങ്ങളും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമാവലി അനുസരിക്കണമെന്ന് ഷാർലമാൻ ചക്രവർത്തിയുടെ ഒരു നിയമമുണ്ടായി. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിശ്ചയിച്ചിരുന്നത് നമ്മുടെ ഈ ബെനഡിക്റ്റിനെയാണ്. പാശ്ചാത്യ സന്യാസത്തെ ക്രമപ്പെടുത്തുവാൻ ചെയ്ത അധ്വാനത്തിൽ ക്ഷീണിതനായ ബെനഡിക്റ്റ് 821 ഫെബ്രുവരി 11 ദിവംഗതനായി. നിയമത്തിൻ്റെ ചൈതന്യം ഗ്രഹിച്ച് വ്യാപരിക്കുവാൻ ബെനഡിക്റ്റ് പ്രദർശിപ്പിച്ച തീഷ്ണത ക്രൈസ്തവ പരിപൂർണത പ്രാപിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം വ്യക്തമാക്കുന്നുണ്ട്. നിയമവാഴ്ചയെ പുച്ഛിക്കുന്നവർ ബെനഡിക്റ്റിനെ പോലെയുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കുന്ന ഉപകാരപ്രദമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വിശുദ്ധ ബെനഡിക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്യാസത്തിൻ്റേതായ പ്രായശ്ചിത്തത്തിൻ്റേതായ രൂപയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.